ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടികൾ വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. ഒരാഴ്ചത്തെ ലീവൊക്കെ കഴിഞ്ഞ് പോവല്ലേ. പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു അല്ലെ. പ്രാവശ്യത്തെ പെരുന്നാൾ കഴിഞ്ഞിപ്പോ ഞങ്ങൾ ഇനി കോയമ്പത്തൂർക്ക് തന്നെ പോവാണ്. ഓക്കെ, അവിടെ ചെന്നിട്ട് എന്തെല്ലാം പരിപാടികളുണ്ട്, കൊറേ പരിപാടികളുണ്ട്. ഓഫീസ് പോകണം, അതാ മെയിൻ പരിപാടി. 11 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം. നമുക്ക് എത്ര കിലോമീറ്റർ പോകണ്ട അറിയോ? ഒരു 130 കിലോമീറ്റർ പോകാണ്ടാവും. ഇപ്പൊ ബൈക്കല്ല, കാറായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലെ, സുഖമായിട്ട് പോവാ. അപ്പൊ ഏകദേശം നമുക്ക് എത്ര മണിക്കൂറുണ്ട്? നമുക്ക് ഒരു 3.5 മണിക്കൂറാണ് ഇതിൽ കാണിക്കുന്നത്. ഐ മീൻ അത്ര ഉണ്ടാവുള്ളൂ. ബ്ലോക്ക് ഉണ്ടെങ്കിൽ കൂടും. അതെ, ബ്ലോക്ക് ഉണ്ടാവും എന്തായാലും. ഇന്ന് മറ്റേ എന്താണ് അങ്ങാടിപ്പുറത്ത് പൂരണ്ട്, അതിന് കുറെ പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എത്ര എന്തായാലും ലേറ്റ് ആവും. ഓക്കെ, ശരിക്കും 11 മണിക്ക് എത്തണം എന്നുള്ള പ്ലാനോട് കൂടെയാണ് പോണത്. പക്ഷെ എന്തായാലും 12 മണിക്ക് ആവുണ്ടാവും അല്ലേ എത്തുമ്പത്തിന്. ഞങ്ങള് എന്താ പറയാ, വാപ്പാനും പണിയില്ലാത്ത എല്ലാ സാധനവും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇനി അവിടെ ഫുള്ള് ചെടികളാണ്, ചെടികൾ. ഞാനിവിടെ ടെക്നോളജിപരമായിട്ടുള്ള സാധനങ്ങൾ എടുത്തപ്പോ ഇവിടെ എന്താണ്ട് കഴിക്കുന്നത് എന്താ, ചക്കപൊരി, ചക്ക വറുത്ത്, ചക്ക ഉപ്പേരി, എല്ലാത്തിനും ഉള്ള ചക്ക കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. ഇപ്പൊ എന്താ മറ്റേ പച്ച കളറ് മുരിങ്ങ, ചക്കക്കുരു ഉണ്ടോ? അതും കൂടെ എടുത്താ മതിയോ? പഴുത്തൊക്കെ ഞാൻ അതെവിടെ വെക്ക? ഇവിടെ ഏകദേശം നിറഞ്ഞോട്ടോ. ഇത് പച്ച രണ്ട് വലിയ ചക്ക കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ബിസിനസ് തുടങ്ങിയാലോ? പറ്റും. അവിടെ വരുമ്പോ എത്ര രൂപ ഉണ്ടാവും അവിടെ? ചോദിച്ചോക്കിക്കോണ്ടി പോവാ. നല്ല വില ഉണ്ടാവും. നമുക്ക് വണ്ടിക്കണ്ട അടിച്ച പൈസ തിന്നാ കജൂലാന്നോ? ചങ്ങായിമാർക്ക് കൊടുക്കേ. ബാഹുബലി ഞാൻ ചാക്ക് കൊണ്ടല്ലേ, ചാക്കില് കുളിച്ചാണ് ഫുള്ള് വിയർത്തു. ഡ്രസ് മാറ്റി മതി പോകുമ്പോ. കുഴപ്പമുണ്ടാവില്ലല്ലോ. ഈ ലോഡൊക്കെ റൂമൊക്കെ കയറ്റും വേണ്ടേ? വോട്ടർമാരെ വിളിച്ചാലോ? ഇത് ഫുള്ളാവും ഇപ്പൊ. ഇത് ഇതുമാണ്, പേപ്പറാണ്. എന്താ ഇവിടെ ഉണ്ട്? ഒരു ചായ കുടിച്ചാണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നോക്കുമ്പോ പെരുഞ്ചാതി മഴ. ഇനി മഴ കൊണ്ടുകൊണ്ട് പോ. വണ്ടിയൊക്കെ വെറുതായി അല്ലേ. പക്ഷെ എങ്ങനെയാണ് വണ്ടിയെ കണ്ടില്ല. ഞാൻ പെട്ടെന്ന് ഇരുട്ടെന്നപ്പോ ഞാൻ എന്താണ് എഴുതി, ഞാൻ നേരെ കൊറേ വൈകി എഴുതി. അപ്പൊ നേരെ വൈകിയതൊന്നല്ല, മഴക്കാർ വന്നിട്ടേ. നമ്മൾ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസം മഴ ഇതില്ലല്ലോ. രാത്രി വൈകിയോ? മിഞ്ഞാന്ന് വൈകിയോ? എന്നാ പോവാൻ നോക്കിയാലോ. 5:15 കഴിഞ്ഞു. ഓക്കെ, എന്നാ പരിപാടി ടാറ്റ പറഞ്ഞാണ്ട് പോവാം. ലെറ്റ്സ് ഗോ. വിചിലമായ കാടുകൾ, വിചിലമലക്കാട് എന്താ പറയലോ, കണ്ടൽ കാടുകളില്ല, അതികൊടൂരമായ കാടുകളിലൂടെയാണ് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, മഴ ചോർന്നു. നമ്മള് എന്റെ വരി കയറിയാണ്ട് നമ്മളൊരു ചായ കുടിച്ച് ഇറങ്ങിയപ്പോ തന്നെ മഴ കംപ്ലീറ്റ് പോയി അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇനി സുഖമായിട്ട് വിസിബിലിറ്റി ഒക്കെ ഉണ്ടായിക്കണ്ട് പോവാം അല്ലെ. ബൈക്കിനാണെച്ചെങ്കിൽ ബൈക്കിനാണ് ഇപ്പൊ കുഴപ്പമുണ്ടായില്ല കേട്ടോ. മഴ ഓർന്നു ഇപ്പൊ കുഴപ്പമുണ്ടായില്ല. അതെ, ഈ പോണ വഴിക്ക് ഉണ്ടാവും. യെല്ലോ അലേർട്ട് ഒക്കെയാണ് പാലക്കാട് അല്ലെ. യെല്ലോ അലേർട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ 6:15 7:15 8:15 9:15 11 മണിയാകുമ്പോ എത്തിയാ മതി. പെട്ടു. ഇവിടെ റോഡ് ബ്ലോക്കാണ്. ഇപ്പൊ പറഞ്ഞപ്പോ കേൾക്കണമായിരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോ കേൾക്കായിട്ടല്ലോ. അങ്ങാടിപ്പുറം പൂരണ്ടായോണ്ട് അതിൽ കൂടി എങ്ങനെയും പോവായിരുന്നേ അല്ലേ. അതെ, അതന്നെയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാ, ഇനിയിപ്പോ നമുക്ക് തിരിക്കുക. പൂരം കണ്ട് സമാധാനമായി. അതെ, ഇനി 11 മണിക്ക് എത്തോ? ഞങ്ങള് കൊറേ പോയിട്ടൊന്നുമില്ലല്ലോ. കൊറേ പോയിട്ടില്ല. പിന്നെ 11 മണിക്ക് എത്താൻ പണി. ബ്ലോക്ക് ആണെങ്കിൽ ആദ്യം അങ്ങാടിപ്പുറം എത്തി നോക്കട്ടെ. അവിടെ എന്താ അവസ്ഥ? ഒന്നാമത്തെ പൂരാണെന്ന്. അപ്പൊ തിരക്കുണ്ടാവോ? അപ്പൊ പൊതുവെ ആൾക്കാര് വരും ഒന്നാമത്തെ പൂരത്തിന്. ഒരു 3-ാമത്തെ 4-ാമത്തെ ഒക്കെ എണിച്ചെങ്കിൽ കുഴപ്പമില്ല. ഫസ്റ്റ് ദിവസല്ലേ, എത്തുമ്പോ എത്തും. അത്രേ ഉള്ളൂ. വണ്ടി പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിരാന്തായി.
മലപ്പുറട്ടായി ആണോ? മലപ്പുറം ആണേ, അത് കണ്ടിട്ടല്ലേ പൂതിയായത്. മലപ്പുറട്ടായിന്റെ ആശാന ഡയറ്റിങ്ങിലാണ്. സാധനം കിട്ടി. എന്നാ ഉള്ളിക്കച്ചോ അങ്ങനെ പൂരത്തെങ്ങന്ന് ബേക്കറി കിട്ടിയില്ലേ? പൂരം ബ്ലോക്ക് ഒന്നുമില്ല കേട്ടോ. അതെ, ഞങ്ങൾ കൊറേ നമ്മള് വെറുതെ വീഡിയോ എടുത്ത് അവസാനം എന്തേലും ഫോണ് കാറില് കണക്ട് ഒന്നും ക്ലിയർ ഇല്ല സൗണ്ട്. അതുകൊണ്ട് വീണ്ടും അപ്പൊ ആദ്യത്തെ മുകളിൽ കൊറേ എടുത്തൂലേ നമ്മള്. പക്ഷെ എന്തായാലും അവിടെ ബ്ലോക്ക് ഇല്ല കേട്ടോ. നമ്മള് മറ്റെന്താ പറയാ ചുങ്കത്ത് കൂടി ആ വഴി കൂടി പോരാൻ വേണ്ടി കൊറേ പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ, അതിന്റെ ആവശ്യം ഉണ്ടായില്ല. അതിൽ കൂടി പോണ്ടില്ല. ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഒന്നാമത്തെ വലിയ ആള് എനിക്ക് തോന്നാറേണ്ട ജനല്ല ഇങ്ങോട്ട് പൂരാണ് പറഞ്ഞത്. ഞാനൊന്നല്ല നിങ്ങളെന്നെ പറഞ്ഞല്ലേ. ആ അത് വാട്സപ്പിൽ ആരെയും ഒരാളെ സ്റ്റാറ്റസ് കണ്ടതാ. അങ്ങാടിപ്പുറം പൂരം പെരും ബ്ലോക്ക് തന്നെ എപ്പോഴേ വൈകുന്നേരം സ്റ്റാറ്റസ് ഇട്ടത്. പക്ഷെ അതിന് നല്ല ബ്ലോക്ക് കാണിക്കണ്ട്. മഴ ആയപ്പോ വരാതെ ചിലപ്പോ അതായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, നല്ല രസമുള്ള മലപ്പുറം മുട്ടായി. അതെ, ഇതൊരു ഭയങ്കര മധുരാട്ടോ. പിന്നെ മലപ്പുറം മുട്ടായി പിന്നെന്താ ഷുഗർ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയേ. എനിക്കറിയില്ല, ഞാൻ ഡയറ്റിങ് അപ്പൊ അതേപോലെ ഉണ്ടായിട്ടല്ലേ. പക്ഷെ ഇത് വണ്ണം കുറഞ്ഞുകൂടല്ലേ, പണ്ടത്തെ പോലെയല്ല. ചെറുതായിക്കണു. ഇത് കണ്ടോ, ചെറിയ സാധനങ്ങളാ. നമ്മളെ ജിലേബിന്റെ അരി. അങ്ങനെ ഫൈനലി വി റീച്ച് പെരിന്തൽമണ്ണ. കാൽപന്ത് കളിയുടെ നാടായ പെരിന്തൽമണ്ണയിലൂടെയാണ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചുരം എത്താനായില്ല, ചുരത്തിലൂടെ നമ്മൾ ഇങ്ങനെ തിരിച്ചു പോവാണ്. അയ്യോ ആണാ, ഇതാണ് മണ്ണാർക്കാട് കഴിഞ്ഞ് നമ്മള് പാലക്കാട് പോകുമ്പോ ചുരം. അതാ വളരെ അധികം, ആകെ 2-3 വളവുള്ളൂ. അത് വണ്ടി ഉണ്ടോ? ഇല്ല, 2-3 വളവുള്ളൂ ഇതിലാകെ. മഴ പോയതുകൊണ്ട് നല്ല സുഖമുണ്ട്. എന്റെ ക്യാമറ വളരെ പെർഫെക്റ്റ്. ആയിക്കോട്ടെ, പോകുന്നുണ്ട്. അതെന്താ ക്യാമറമാന് ഒരു സുഖം. ക്യാമറമാന് എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ ക്യാമറമാനാ അല്ല, ഇജ്ജ് പിന്നെന്താ? ഇതിപ്പോ നിങ്ങളൊരു വ്ളോഗാണ്, കുഞ്ഞു കുട്ടിയൊക്കെ വ്ളോഗ് എടുത്ത് കൊടുക്കും. ആ ഇഞ്ച വ്ളോഗ് തന്നെയാണ്. അല്ലെങ്കിൽ മറ്റേ ഇത് എടുക്കണമെങ്കിൽ ഫ്രണ്ട് ക്യാമറ എടുക്കണമെങ്കിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യണം. ലൈറ്റ് അല്ലേ, രാത്രി ആവുമ്പോ പറ്റൂല. രാത്രി ആവുമ്പോ ഒരു സുഖം കിട്ടൂല അല്ലെ. അതുകൊണ്ട് നമുക്കൊരു പൊട്ട് തിന്നാം. എന്താ സെറ്റപ്പ്. പക്ഷെ ശ്രദ്ധ എന്റെ മുമ്പിലാട്ടോ, വഴികളാണ് ശ്രദ്ധ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ചെങ്ങായി വന്നൊക്കെ ഞാൻ കണ്ടത്. ചെങ്ങായിമാരെ നോക്കി ഞാൻ നോക്കണ്ടേ? ഓല് വാക്കുകൾ നോക്കിയില്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് സൈഡ് ആക്കിട്ടോ. എന്തിയെ? ഒന്ന് എനർജറ്റിക് ആവാനേ. ഇതെന്താ ഫുള്ള് പോലീസ്? എന്താ പ്രശ്നം മനസ്സിലാവണില്ല അല്ലേ? എല്ലായിടത്തും കൂടി തിരിച്ചു പോകും. ഒരു റോഡ് തിരിച്ച് ചെറുപ്പളശ്ശേരി വന്ന് ചാടി. ഇനിയിപ്പൊ അവിടുന്ന് ഉള്ളിലേക്ക് പിന്നെയും കയറാൻ പറഞ്ഞു. ഇത് മിക്കവാറും നേരം വൾക്കുട്ടന്മാരെ 11 മണി കഴിയുന്നപ്പോ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നേരം വെക്കും. എന്തോ പരിപാടി ഉണ്ട് റോഡ് കൂടെ നിറച്ച ആൾക്കാര് അല്ലേ? ഇതുണ്ടോ അതൊക്കെ സാരിയൊക്കെ എടുത്ത് കുറെ ആൾക്കാര്. എന്തോ പരിപാടി ഉണ്ട്, വലിയ പരിപാടി തോന്നുന്നു. എന്തായാലും നമ്മള് പെട്ടു. ഫുള്ള് ഇന്നെന്താണ് പ്രശ്നം നമുക്ക്? എനിക്കറിയില്ല എന്താ ഞമ്മക്ക് എന്താ പ്രശ്നം പറ്റില്ല. വന്നപ്പോ മുതലേ തുടങ്ങിയ മുതലേ ഇങ്ങനെ തന്നെ. ഫസ്റ്റ് മഴ ചെയ്ത് തുടങ്ങി, പിന്നെ വഴി അവിടെ നമ്മളവിടുത്തെ പ്രശ്നങ്ങള് ഫുൾ പ്രശ്നമാണല്ലോ. എന്താ ചെയ്യാവുന്ന ചെയ്യാല്ല. പോണ വഴിക്കൊരു സൂപ്പർ മാർക്കറ്റ് കിട്ടോ. ഇവിടുന്ന് വേണം നാളെ രാവിലേക്കില്ല എന്താ പറയാ ഫുഡ് മേടിക്കാൻ. ഫുഡല്ല, ബ്രെഡും കാര്യങ്ങളും ആക്കിയാൽ മതിയല്ലോ. അയ്യോ, കൊറേ കറങ്ങി തിരിഞ്ഞെങ്കിലും അവസാനം നമുക്ക് സൂപ്പർ മാർക്കറ്റ് കിട്ടി. ബ്രെഡും പഴവും ആയിഷാനെ ജാസ്മിൻ വീണ്ടും വണ്ടിയിലോട്ട് ഗൈസ്. അയ്യോ, വണ്ടിന്റെ ഫുള്ള് ചളിയാലോ. വണ്ടിമ്മ കൂടി ഫുള്ള് ചളിയാ. കേൾക്കാണ്ട കൂടുന്നത്, അതിന്റെ ആവശ്യം ഉണ്ടായില്ല. ഇവിടെ കിട്ടോ ദോശ?
ഇവിടെ വെജ് നോൺ വെജ് തന്നെ ഉള്ളത്. അങ്ങനെ ഇതിന്റെ പേരെന്താ? ഫുഡ് കോർട്ടോ. ഫുഡ് കോർട്ട് പേ ഇതിന്റെ പേരോ? വെൽക്കം ടു കൊറേ തമിഴ്നാട്. സാധനം ഉണ്ടല്ലേ. ഫുഡ് കോർട്ട് വെൽക്കം ടു തമിഴ്നാട്. ഇത് എവിടെ നമ്മുടെ ആൾക്കാരൊന്നും ഇല്ലേ? എന്താ കണ്ടുപിടുന്നേ? ദോശ ഇല്ലാന്നല്ലേ പറഞ്ഞേ? ദോശല്ല, അപ്പവും ഈ എന്താ പറയാ വേറെന്ത് സാധനം കാര്യങ്ങളുള്ളൂ. അപ്പം മറ്റേ പൊറോട്ട, ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളുള്ളൂ. അത് വേണ്ടല്ലോ. ഇതിനല്ല എക്സിറ്റ് അതിന്റെ എടി ഇവിടെ EV ഇലക്ട്രിക് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ സ്ഥലം ഉണ്ടല്ലോ. ഇലക്ട്രിക് വെഹിക്കിൾ ആണെച്ചെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഫൈനലി നമുക്കൊരു തട്ടുകടയിൽ നിന്ന് ദോശ നെയ് റോസ്റ്റ് കിട്ടിക്കണം. ഇന്ന് അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഏകദേശം ഞങ്ങളുടെ എത്താനായിട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ കോയമ്പത്തൂർ ഇത്തിരി കുറച്ചേരായി നമ്മുടെ ഭവനത്തിലേക്ക്. അതെ, അല്ലേ? ഇതാണ് നമ്മുടെ എൻട്രൻസ്. സെക്യൂരിറ്റി കാക്കുണ്ടല്ലോ. അയ്യോ, നമ്മുടെ അലാക്കിന്റെ അമ്മ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഗൈസ് കാക്ക ഉറങ്ങിയിരുന്നു. ഓക്കെ, പാവം കൊറേ ഇത്ര ഓലൊക്കെ എങ്ങനെ നോക്കല്ലേ ഈ പ്രായത്തിന് വന്നുകൊണ്ട് സെക്യൂരിറ്റി വർക്ക് ചെയ്യണല്ലേ. പക്ഷെ എന്താ അല്ലേ. അങ്ങനെ നമ്മളിവിടെ എത്തിട്ടോ. 11:45 ആയിക്കണു അല്ലേ. ശരിക്ക് 10:06 എത്തണേണ്. കറങ്ങി തിരിഞ്ഞു പോന്നോണ്ടാണ്. പിന്നെ അടിയിലൊന്നും ഫുഡ് കഴിക്കുകയും ചെയ്തില്ല നമ്മള്. ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കണു നമ്മള്. അതിന്റെ ഒരു ഇതുണ്ട് ഫുഡ് കഴിക്കാനോണ്ടേ. കേസാൾ ഇറക്കല്ലേ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? അത് അടച്ചോളി ഡിക്കി. വണ്ടി അവിടെ കൊണ്ടിടാല്ലേ. ആ, വേറെ ഒന്നുമില്ലല്ലോ, ഒക്കെ എടുത്തില്ലേ? ഇനി നാളെ എടുക്കാം.